ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധികാമ്മ അനാർക്കലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാർക്കലി, നീ വിഷമിക്കണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. നിന്നെ ജയിലിൽ വന്ന് കാണാൻ പറ്റാത്തതിൻ്റെ പേരിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം അതായിപ്പോയി. നിനക്കറിയാലോ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. ഗോവിന്ദൻ്റെ കണ്ണ് വെട്ടിച്ച് എനിക്ക് നിന്നരികിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അനാർക്കലി, നിന്നെ കാണാൻ എനിക്ക് വരാൻ പറ്റാതിരുന്നത്. നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. ഇനി നിൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കും. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇതൊന്നും ഗോവിന്ദ് അറിയാൻ പാടില്ല. അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടി. രാധികാമ്മ ഇത്രയ്ക്ക് വൃത്തികെട്ട സ്ത്രീയായിരുന്നോ? എൻ്റെ അച്ഛനെ കൊന്നതിന് കൂട്ടുനിന്ന സ്ത്രീ. ഗീതു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ലല്ലോ. രണ്ടാനമ്മയെന്നുള്ള സ്നേഹമല്ല, എൻ്റെ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹമാണ് ഞാൻ അവർക്ക് കൊടുത്തത്. എന്നിട്ടും അവരെന്നെ ചതിക്കുമായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരിയായത് അനാർക്കലിയാണ്. ആ അനാർക്കലിക്ക് കൂട്ടുനിന്നത് രാധികയാണ്. രാധിക എൻ്റെ അമ്മ പറഞ്ഞിട്ടും ഞാൻ അവരെ വിശ്വസിച്ചില്ല. എൻ്റെ അമ്മ പറഞ്ഞതായിരുന്നു സത്യം. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എന്തിനാ പിരിഞ്ഞത്? അവർക്കിടയിൽ എന്താ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ ചതിക്കുവാണല്ലോ ഈശ്വര. ഞാൻ എന്തിനു വേണ്ടി എങ്ങനെ ജീവിച്ചിരിക്കുന്നേ? എന്നെ ചതിച്ചിട്ട് രാധിക അമ്മയ്ക്ക് എന്ത് കിട്ടി? എൻ്റെ അച്ഛനെ ചതിച്ചിട്ട് എന്ത് കിട്ടി? എന്നെ വെറും കൂലിപ്പണിക്കാരനാക്കി മാറ്റി. രാധികാമ്മ ചെയ്തതൊന്നും ശരിയായ കാര്യമല്ല. അവർ ചതിയെത്തിയ അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവരുടെ മോനും ശരിയല്ല. എൻ്റെ ഗീതു പറഞ്ഞതുപോലെ അവരെല്ലാം എൻ്റെ സ്വത്തിന് വേണ്ടി മാത്രം എൻ്റെ കൂടെ നിൽക്കുന്നത്. എനിക്കറിയാം, എനിക്കെല്ലാം മനസ്സിലായി. എല്ലാവരും വെറുതെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരല്ല. അവരുടെയൊക്കെ സ്നേഹം കള്ളമാണ്, കപടമാണ് എന്നും പറഞ്ഞ് ഗോവിന്ദ് കരയാൻ തുടങ്ങി. ഗോവിന്ദൻ്റെ കരച്ചിൽ കണ്ട് ഗീതു ചോദിക്കുക, എന്താ കണ്ണേട്ട, എന്തു പറ്റി? കണ്ണേട്ടൻ എന്തിനാ കരയുന്നേ? ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. രാധികാമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. അതാരായി അനാർക്കലി എന്നൊക്കെ ഗീതു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനൊക്കെ ഗോവിന്ദ് മറുപടി കൊടുത്തത് കണ്ണുനീരായിട്ടാണ്. എന്താ കണ്ണേട്ടൻ കരയുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല. എന്തിനാ കണ്ണേട്ടൻ കരയുന്നേ എന്നും ചോദിച്ചു. ഗോവിന്ദ് തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, അതെ, എനിക്കിനെ ഗീതു മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവൾ, എൻ്റെ കൂടെ നിൽക്കുന്നവൾ. എൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ രക്ഷിക്കാൻ നോക്കിയവൾ നീയാണ് പെണ്ണെ, യഥാർത്ഥ പെണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ പോയി കെട്ടിപ്പിടിച്ചു. അതിനുശേഷം നീയേ എനിക്കുള്ളൂ, നീ മാത്രമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞ് ഗീതുവിന് കുറേ ഉമ്മ കൊടുത്തു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഗോവിന്ദ് കുറേ കരഞ്ഞു. ഞാൻ ഇത്രയും നാളും ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത്? അവരൊക്കെ എന്നെ ചതിച്ചു, എന്നെ ഇല്ലാതാക്കി. ഈ ഒരു നിമിഷം നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്താനെ ഗീതു. അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക് അറിയാം. ഞാൻ സ്നേഹിച്ചവരൊക്കെ വെറുതെ ആയിന്ന് എനിക്ക് മനസ്സിലായി ഗീതു. ഞാൻ ഇത്രയും നാളും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരൊക്കെ എന്നെ ചതിക്കുകയായിരുന്നു. എനിക്കെല്ലാം മനസ്സിലായി. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ, നീയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഗോവിന്ദ് കുറേ കരഞ്ഞു. എന്താ അതിനിടയിൽ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഗീതു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇത്രയും നേരം നല്ല ധൈര്യത്തോടെ തന്നെ ചേർത്ത് പിടിച്ച കണ്ണേട്ടൻ ഇപ്പോൾ ഒന്നും കൂടെ ചേർത്ത് പിടിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ആരാണ് ഈ അനാർക്കലി? രാധികാമ്മ അനാർക്കലിയെ സഹായിക്കുന്നത് എന്താണ്? കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഇനി നീ എൻ്റെ ഭാര്യയായിട്ട് എല്ലാ അർത്ഥത്തിലും ജീവിക്കണം. ആരാ നിന്നെ എതിർക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. അറയ്ക്കൽ തറവാട് എൻ്റെ സ്വന്തമാണ്. അവിടെ എല്ലാ അവകാശവും നിനക്കുള്ളതാ. അവിടെ നിന്നെ ആരെങ്കിലും തളയ്ക്കാൻ വന്നാൽ നിനക്ക് നന്നായിട്ട് മറുപടി കൊടുക്കാം. എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ ഭാര്യയായി ജീവിച്ചാലേ നിനക്ക് അതിനുള്ള ഒരു ഇത് കിട്ടും. ആരുടെ മുൻപിലും തല കുമ്പിട്ട് നിൽക്കാതെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിനക്ക് പറയാം, ഈ വീടിൻ്റെ അവകാശി ഞാനാണെന്ന്. മനസ്സിലായോ ഗീതു എന്നും പറഞ്ഞ് ഗീതുവിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ രാധികയ്ക്ക് ഒന്നും അറിയില്ല. രാധിക ഗോവിന്ദ് എല്ലാം അറിഞ്ഞു എന്നുള്ള സത്യം അറിയാതെ, അയ്യോ എൻ്റെ മോനെ കാണുന്നില്ലല്ലോ, ഇത്ര നേരമായിട്ടും കണ്ണനെ കാണുന്നില്ല, നിങ്ങളെല്ലാവരും അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളെല്ലായിടത്തും തിരഞ്ഞമ്മേ, ഇവിടെ എവിടെയുമില്ല. ഈ റിസോർട്ടിൽ ഗോവിന്ദേട്ടൻ്റെ പൊടി പോലുമില്ല എന്നും പറയുക. ഈശ്വര, അവനെന്തോ ആപത്ത് സംഭവിച്ചു കാണും. അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അക്കരയ്ക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ, അക്കരയ്ക്ക് അവൻ പോയിട്ടുണ്ടാവുമോ? അങ്ങനെ പോകണമെങ്കിൽ ബോട്ട് കംപ്ലൈൻ്റ് അല്ലേ?
ബോട്ട് കംപ്ലൈൻ്റ് ആയ സ്ഥിതിക്ക് അവനെങ്ങനെ അക്കരയ്ക്ക് എത്താൻ പറ്റും? അത് ശരിതാ, അപ്പടി ഇരുന്നാ ഗോവിന്ദ് മാമ കായെല്ലാം ചാടി നീന്തി പോയി കാണും, അത് സത്യ എന്നും കാഞ്ചന. ഇത് കേട്ടതും വരുൺ അത് ശരിയാമേ, കാഞ്ചന പറഞ്ഞതുപോലെ ഗോവിന്ദേട്ടൻ ചാടിയിട്ട് നീന്തി പോയിട്ടുണ്ടാവുമോ അപ്പുറത്തേക്ക്? ഏയ്, അങ്ങനെ പോകേണ്ട ഒരാവശ്യം അവനില്ലല്ലോ, നമ്മളെല്ലാവരും ഇവിടെയല്ലേ ഉള്ളത്, പിന്നെ അവൻ അവിടെ ഒറ്റയ്ക്ക് പോയി എന്ത് ചെയ്യാനാ? അല്ല, ഇനി എൻ്റെ ഏട്ടൻ്റെ ജീവിതം അപകടത്തിലായിട്ടുണ്ടാവോ? എൻ്റെ ഏട്ടനെ ആരുകളുടെ പിടിയിൽ പെട്ടുകാണോ? ആ കിഷോർ ഒരു ചതിയനാ, അവനൊരു ക്രിമിനലാ, അവൻ്റെ കയ്യിലെങ്ങാനും എൻ്റെ ഗോവിന്ദേട്ടൻ പെട്ടുകാണോ? അപ്പോൾ വരുൺ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കിഷോറിൻ്റെ കൈകൊണ്ട് ഗോവിന്ദേട്ടൻ മരിക്കും. അങ്ങനെ മരിച്ച ആ സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തം. ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കണം, എല്ലാ സ്വത്തുക്കളും എനിക്ക് തട്ടിയെടുത്തേ മതിയാകും. അതിന് ഞാനായിട്ട് അയാളെ കൊല്ലാന്ന് കരുതിയതാ. പക്ഷെ എന്തായാലും അയാൾ സ്വയം കായലിൽ ചാടി മരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എനിക്കൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി രേഖയുടെ സ്വത്തുക്കൾ മാത്രമല്ല, ഗോവിന്ദേട്ടൻ കഴിഞ്ഞാലുള്ള അടുത്ത അവകാശി ഞാനാ. അറയ്ക്കൽ തറവാട് ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്നൊക്കെ ഉദ്ദേശിച്ച് വരുണിങ്ങനെ നിൽക്കുക. ഈ സമയം കണ്ണന് കാര്യമായിട്ട് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ വരാത്തത്. അവൻ നമ്മളെയൊക്കെ സ്നേഹിക്കുന്നവനാ, നമ്മുടെ കൂടെ നിൽക്കുന്നവനാ. അങ്ങനെയുള്ളപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? എൻ്റെ ഈശ്വര, എൻ്റെ മോനൊരു ആപത്ത് സംഭവിക്കരുതേ, അവന് കൂടെ ഉണ്ടായിരിക്കണേ, അവന് കൂട്ടായിരിക്കണേ എന്നൊക്കെ പറയാ. ഏട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്, ഏട്ടനെ മനഃപൂർവ്വം കായലിലേക്ക് ചാടിച്ചതായിരിക്കും, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ആ കൊള്ളക്കാരാണ് എന്തെങ്കിലും എൻ്റെ ഏട്ടനെ ചെയ്തത്, ഏതെങ്കിലും ബിസിനസ് എതിരാളികളായിരിക്കോ? കിഷോറിനെ പിടിച്ചതുകൊണ്ട് വേറെ ആരെങ്കിലും എൻ്റെ ഏട്ടനോട് കായലിൽ ചാടാൻ പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഏട്ടനൊരു പാവാ, എൻ്റെ ഏട്ടനൊരു ആപത്ത് സംഭവിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് പ്രിയ കരയാൻ തുടങ്ങി. ഇത് കേട്ടതും കരയല്ലേ പ്രിയെ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഗോവിന്ദേട്ടൻ അങ്ങനെയൊന്നും ഒരു കൊള്ളക്കാരുടെ പിടിയിലും പെട്ടുപോകുന്ന ആളല്ല. എല്ലാവരെയും തല്ലി തകർത്ത് നല്ല സന്തോഷത്തോടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ധൈര്യശാലിയാ. അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ നിൻ്റെ ഏട്ടനെ സംശയിക്കാതെ. ഇല്ല രേഖച്ചി, എനിക്ക് പേടിയുണ്ട്. എൻ്റെ ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എൻ്റെ ഏട്ടനെ എനിക്ക് വലുത്, എൻ്റെ ഏട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെന്തും. എൻ്റെ ഏട്ടനല്ലാതെ മറ്റാരും എനിക്കില്ല. എൻ്റെ ഏട്ടനെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എൻ്റെ ഏട്ടന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. എൻ്റെ ഏട്ടനെ അന്വേഷിക്കണം, അന്വേഷിച്ചേ മതിയാവും. ഇത് കേട്ടത് രാധിക, പ്രിയേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഗോവിന്ദൻ ഒരാപത്ത് സംഭവിക്കില്ല. ദേ, അങ്ങനെ സംഭവിക്കാൻ ദൈവങ്ങൾ അനുവദിക്കില്ല. അവൻ നല്ലവനാ, നല്ലവൻ. അത് കേട്ടതും വരുൺ ഗോവിന്ദ് മരിക്കും, അറയ്ക്കൽ ഗോവിന്ദ് മാധവും മരണപ്പെടും. മാധവൻ നായർ മരിച്ചതുപോലെ തന്നെ ഗോവിന്ദ് മാധവും മരിക്കും. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ അറയ്ക്കൽ തറവാടിൻ്റെ സകല സ്വത്തുക്കളും ഈ വരുണിൻ്റെ പേരിലാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ അറയ്ക്കലിലൊരു ഭരണമുണ്ട്, വരുൺ മാധവൻ്റെ ഭരണം എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക വരുൺ. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതുവിനെ ഗോവിന്ദ് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുക. എന്താ കണ്ണേട്ടാ, കണ്ണേട്ടന് എന്താ പറ്റിയേ? ഒന്നുമില്ല ഗീതു, നീ പലപ്പോഴും എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നുണയാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടേ ഉള്ളൂ. എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞു, പക്ഷേ ഇത്രയും നാളും കൂടെ നിന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. എല്ലാവരും നമ്മളെ ചതിക്കുക, എല്ലാവരെയും കണ്ണുടച്ച് വിശ്വസിക്കാൻ പാടില്ല അല്ലേ ഗീതു എന്നൊക്കെ ചോദിക്കണം. എന്താ കണ്ണേട്ടാ, ഞാൻ കണ്ണേട്ടനെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ കണ്ണേട്ടൻ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? ദാ, നീയൊന്നും ചെയ്യണ്ട, നീ മാത്രമാണ് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്, നീ മാത്രമാണ് എൻ്റെ ജീവിതം നന്നായിരിക്കണമെന്ന് കരുതിയത്. ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് നമ്മൾ കല്യാണം കഴിച്ചെങ്കിലും, ആ എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെങ്കിലും, നീ എനിക്ക് വേണ്ടി ചെയ്തതൊന്നും നിസ്സാര കാര്യമല്ല ഗീതു. നീ ചെയ്തതായിരുന്നു ആത്മാർത്ഥമായ സ്നേഹം, നീ കാണിച്ചതായിരുന്നു ആത്മാർത്ഥമായ സ്നേഹം. അത് ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ, അത് തിരിച്ചറിയാതെ പോയി. അതുകൊണ്ടാണ് നിന്നെ എൻ്റെ സ്വന്തം ഭാര്യയാക്കാൻ ഞാൻ വൈകിയത്. രണ്ടാനമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. ആ അമ്മയാണ് എൻ്റെ ജീവിതമെന്ന് വരെ ഞാൻ കരുതി. ആ അമ്മയ്ക്ക് വേണ്ടി കുടുംബജീവിതം വരെ ഞാൻ മാറ്റിവെച്ചു. എന്നെ വിശ്വസിച്ച് എൻ്റെ കൈയും പിടിച്ച് അറയ്ക്കൽ തറവാടിൻ്റെ മരുമകളായ നിന്നെ ഞാൻ സന്തോഷിപ്പിച്ചില്ല. എൻ്റെ എല്ലാ സ്വാർത്ഥതയ്ക്കും നീ കൂടെ നിന്നു ഗീതു. എന്നിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. പക്ഷേ മറ്റു പലരുടെയും ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് പറ്റിയില്ല. എല്ലാം എൻ്റെ തെറ്റ്, എൻ്റെ മാത്രം തെറ്റ് എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിൻ്റെ മുടികളൊക്കെ ഇങ്ങനെ കാതിൽ നിന്ന് മാറ്റിക്കൊടുക്കുക. അതിനുശേഷം ഗീതുവിൻ്റെ നെറ്റിയിലൊരുമ്മ, കഴുത്തിലൊരുമ്മ, ഗീതുവിനെ കെട്ടിപ്പിടിച്ചു. ആ ഒരു സന്തോഷത്തിൽ ഗീതുവും ഒന്നും മിണ്ടാതെ ഗോവിന്ദൻ്റെ ഭാര്യയാകാൻ തയ്യാറെടുത്തു. അങ്ങനെ അവിടെ കുറച്ച് റൊമാൻസ് സീനുകളാണ് കാണിക്കുന്നത്. ഗീതുവിനെ ചേർത്ത് പിടിച്ചും ഗീതുവിനെ കെട്ടിപ്പിടിച്ചും ഗീതുവിനെ എടുത്ത് കറക്കിയും ഗീതുവിനെ ഒരു കയ്യിലെടുത്ത് കോർത്തു പിടിച്ചുമൊക്കെ നമ്മുടെ ഗോവിന്ദ് സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് ഹണിമൂൺ. അതെ, അവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും
രാധികയെ വെല്ലുവിളിച്ചതുപോലെ ഈ ഡിവോഴ്സ് നടക്കുന്നതിന് മുമ്പ് എല്ലാ അർത്ഥത്തിലും താൻ ഗോവിന്ദ് മാധവൻ അല്ല അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിരിക്കുമെന്ന് ഗീതു കൊടുത്ത വാക്ക് ഗോവിന്ദ് പാലിച്ചിരിക്കുന്നു. പ്രേക്ഷകരെ, രാധികാമ്മയ്ക്ക് ഇത് ഇടിവെട്ട് തിരിച്ചടിയാണ്. രാധികാമ്മ ചെയ്തു കൂട്ടുന്ന ഓരോ ക്രൂരതകളും പാപങ്ങളും അനാർക്കലിയോടൊപ്പം ചേർന്ന് തൻ്റെ അച്ഛനെ ചതിച്ച കഥകളും എല്ലാം അറയ്ക്കൽ ഗോവിന്ദ് മാധവ് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഗോവിന്ദൻ്റെ നിലപാട് എന്തായിരിക്കും? എല്ലാ അർത്ഥത്തിലും അറയ്ക്കലിൻ്റെ ഏക അവകാശി നമ്മുടെ ഗീതുവായി മാറിയിരിക്കുകയാണ്. തന്നെ ചതിച്ച, തന്നെ സ്നേഹം നടിച്ച് ചതിച്ച രാധികയ്ക്ക് ഇനി മാപ്പില്ല. അനാർക്കലിയെ എന്തിനു കൂട്ടുപിടിച്ചിരിക്കുന്നു? അനാർക്കലിയുമായിട്ട് രാധികയ്ക്ക് എന്താണ് ബന്ധം? തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ അനാർക്കലിയാണ്. അതിനോടൊപ്പം രാധികയ്ക്കും പങ്കുണ്ടോ? എല്ലാ കാര്യങ്ങളും ഇനി കുത്തിപ്പോക്കും. അയ്യപ്പൻ നായരും കൂട്ടുനിൽക്കുകയാണ് രാധികാമ്മയ്ക്ക്. താൻ സ്നേഹിച്ചവരെല്ലാം വെറുതെയാണെന്ന് ഗോവിന്ദന് മനസ്സിലായി. അയ്യപ്പൻ നായരടക്കം എല്ലാവരും തൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ കാരണക്കാരായവരുടെ കൂടെയാണ് എന്നുള്ള സത്യം ഗോവിന്ദ് മനസ്സിലാക്കുമ്പോൾ ഇത് ഗീതുവിന് സന്തോഷത്തിൻ്റെ നാളുകൾ. താൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും ഗോവിന്ദൻ്റെ ഭാര്യയായി ഗീതു സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ രാധികയ്ക്കിനി സന്തോഷം നഷ്ടപ്പെടുകയാണ്. അറയ്ക്കൽ തറവാട്ടിൽ ഒരവകാശികളും അല്ലാത്ത രാധികയും വരുണും ഇനി പടിയിറങ്ങേണ്ടി വരും എന്ന എല്ലാ അർത്ഥത്തിലും പ്രിയയെ മാത്രം ഗോവിന്ദ് ചേർത്ത് പിടിക്കും. കാരണം പ്രിയയുടെ സ്നേഹം ആത്മാർത്ഥമാണ്. ഒരിക്കലും തൻ്റെ ഏട്ടനെ ഒരാപത്തിനും വിട്ടുകൊടുക്കാൻ പ്രിയ സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രിയയെ മാത്രം കൂടെ നിർത്തി രാധികയെയും വരുണിനെയും എല്ലാം അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള ഗീതുവിൻ്റെ കലാശക്കൊട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അറയ്ക്കൽ ഗോവിന്ദ് മാധവനും ഗീതുവും ചേർന്ന് ഇനി രാധികയ്ക്ക് മുൻപിൽ കളിക്കാൻ പോകുന്ന നാടകമാണ്, രാധികയെ തകർക്കാൻ പോകുന്ന നാടകം. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി എപ്പിസോഡുമായി ഞാൻ എത്തുന്നതായിരിക്കും. ആരും മിസ് ചെയ്യരുത്. നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും അടിപൊളി റൊമാൻസ് വിശേഷങ്ങൾക്കായിട്ട് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.